നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് ദേവി പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സ്വയമായി ചെയ്യാവുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ലളിതമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്നത് ദേവി മഹാത്മ്യം എന്നൊരു ഗ്രന്ഥമുണ്ട്. ദുർഗാ സപ്തശതി എന്ന പേരിലും അറിയപ്പെടും. നമ്മുടെ കേരളത്തിൽ ദേവി മഹാത്മ്യം എന്ന പേരിലാണ് അത് കൂടുതൽ പ്രചാരം നേടിയിരിക്കുന്നത്. ദേവിയുടെ പല മൂർത്തിഭാവങ്ങളുടെ ഉത്പത്തിയും അതിൻ്റെ ക്രിയാഭാഗങ്ങളുമൊക്കെ വർണ്ണിക്കുന്ന ഒരു സ്തോത്ര ഗ്രന്ഥമാണ്. 700 ശ്ലോകങ്ങൾ അടങ്ങിയ ആ 700 ശ്ലോകങ്ങളും മന്ത്രങ്ങൾ തന്നെയാണ്. അങ്ങനെ 700 മന്ത്രശ്ലോകങ്ങൾ അടങ്ങിയ ഗ്രന്ഥമായതുകൊണ്ടാണ് സപ്തശതി എന്ന് പേര് വരാനുള്ള കാരണം. ഈ സപ്തശതിയിൽ അത്യപൂർവങ്ങളായ 4 സ്തോത്രങ്ങളാണുള്ളത്. ദേവിയെ പ്രത്യേകം എടുത്തു പറഞ്ഞ് സ്തുതി ചെയ്യുന്ന ഭാഗത്തിനാണ് സ്തോത്രം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവിയെ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു ദേവതാഭാവത്തെയും സ്തുതി ചെയ്തുകൊണ്ട് പറയുന്ന ഭാഗം, അത് സ്തോത്രം. അപ്പം മറ്റ് അധ്യായങ്ങളിലൊക്കെ കഥാസന്ദർഭങ്ങളും യുദ്ധസന്ദർഭങ്ങളും ഒക്കെ വർണ്ണിച്ചിരിക്കുകയാണ്. ദേവിയുടെ വിവിധ രൂപഭാവങ്ങളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത് പ്രകീർത്തിക്കുന്ന, സ്തുതിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ ദേവീ സ്തോത്രങ്ങൾ. അതിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് ചൊല്ലാവുന്നതും പ്രധാനവുമായിട്ടുള്ളത് ഈ ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിൽ നാരായണീ സ്തുതി എന്ന പേരിലൊരു സ്തോത്രമുണ്ട്. ദേവി മഹാത്മ്യം 11-ാം അധ്യായം മുഴുവൻ സ്തോത്രമാണ്. അതിൽ 2-ാമത്തെ ശ്ലോകം മുതൽ 35-ാമത്തെ ശ്ലോകം വരെ ഉള്ളത് നാരായണീ സ്തുതി എന്നറിയപ്പെടുന്ന മഹാദേവിയുടെ അതിവിശിഷ്ടമായ സ്തോത്രമാണ്. ദുർഗാ പരമേശ്വരിയുടെ അവതാര പൂർണ്ണതയെ വെളിവാക്കുന്ന, എല്ലാ മഹിമകളെയും പൂർണ്ണമായി വർണ്ണിക്കുന്ന അത്യന്ത വിപുലമായ ഈ സ്തോത്രം പതിവായിട്ട് ചൊല്ലുന്നവർക്ക് മറ്റൊരു ഉപാസനയുടെ ആവശ്യമില്ല. അങ്ങനെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക. ഇനി അല്ലെങ്കിൽ ഈ സ്തോത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങൾ മാത്രം ചൊല്ലുന്നവരുണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശാനാം കർത്തൃഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ ദേവി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഇങ്ങനെ 3 ശ്ലോകം മാത്രം ചൊല്ലുന്നവരും ഉണ്ട്. ഈ നാരായണീ സ്തുതി എന്ന് പറയുന്ന അധ്യായം മുഴുവൻ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ 3 ശ്ലോകങ്ങൾ ചൊല്ലാം. ഇത് കൂടാതെ ദുർഗാദേവിയുടെ മൂലമന്ത്രങ്ങൾ പഠിച്ച് വശമുള്ളവർ അത് ജപിക്കാറുണ്ട്. മഹാലക്ഷ്മിയുടെ ലക്ഷ്മി അഷ്ടകം എന്ന് പറയുന്ന സ്തോത്രം അറിയാവുന്നവർ അത് ചൊല്ലാറുണ്ട്. ഇങ്ങനെ ദേവീസ്തോത്രങ്ങൾ എണ്ണമറ്റ രീതിയിൽ അളവറ്റതായിട്ടുണ്ട്. ശങ്കരാചാര്യര് രചിച്ചതും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ രചിത്തതും രാമദാസൻ പാടിയതും ഒക്കെയായിട്ട്, കാളിദാസ കൃതിയും ഒക്കെയായിട്ട് എത്രയോ അനവധി ദേവീസ്തോത്രങ്ങളാണുള്ളത്. ശ്യാമളാദണ്ഡകം, അങ്ങനെ അനേകം സ്തോത്രങ്ങളുണ്ട്. സംസ്കൃത സ്തോത്രങ്ങളുമായിട്ട് പരിചയമുള്ള, അതൊക്കെ പരിശോധിക്കുകയും വായിക്കുകയും ഉരുവിടുകയും ചെയ്ത് ശീലമുള്ളവർക്ക് വളരെ എളുപ്പമാണ്. ഇങ്ങനെ പറയേണ്ട കാര്യം പോലും അവർക്കില്ല. ഓരോ സ്തോത്രങ്ങളുടെയും മഹിമയും പ്രത്യേകതയും ഒക്കെ അങ്ങനെയുള്ളവർക്ക് അറിയാമായിരിക്കും. എന്തായാലും നമ്മൾ ഈ പ്രാർത്ഥനാ വഴികളിൽ മുമ്പോട്ട് പോകുന്നവർ കുറേയൊക്കെ ഗ്രന്ഥപരിചയം നേടുന്നത് നല്ലതാണ്. കാരണം പ്രാർത്ഥനാ ശ്ലോകങ്ങൾ 90%, 99% വിശിഷ്ടമായ ഗ്രന്ഥങ്ങളിലാണ് കിടക്കുന്നത്. ഇപ്പോൾ അത് കുറേയൊക്കെ യൂട്യൂബിലും മൊബൈലിലും ഒക്കെ ഉണ്ട്. എങ്കിലും അതൊന്നും പൂർണ്ണമല്ല.
ഉച്ചാരണ പിശകുകൾ പലയിടത്തും കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ച് തന്നെ, വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ വായിച്ച് തന്നെ പ്രാർത്ഥന ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്. നന്ദി, നമസ്കാരം.